ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ പറയേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇന്ന് നല്ല സാരി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ടോപ്പ് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫീഡിങ് കുർത്തിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫീഡിങ് കുർത്തി ആവശ്യമില്ലാത്തവർ സാധാരണ രീതിയിൽ നമ്മൾ സിബ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് ബാക്കി നോർമൽ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതിയായിരിക്കും. അപ്പോൾ സിബ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. ഇത് നമ്മൾ ഓൺലൈൻ മീഷോയിൽ നിന്ന് വാങ്ങിയ സാരിയാണ്. ഏകദേശം ഒരു ഷിഫോൺ മെറ്റീരിയൽ പോലെ നമുക്ക് കട്ടി തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ്ങും എടുക്കേണ്ടതാണ്. ലൈനിങ് എടുക്കുമ്പോൾ ക്രേപ്പിൻ്റെ തുണിയോ അതുപോലെ തന്നെ സാറ്റൻ തുണിയോ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മൾ ഈ സാരി ഫുള്ളും തന്നെ ഈ ഒരു ടോപ്പ് തയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അതിൽ കുറച്ച് മതിയെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് തുണി കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ യോക്കാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഷിഫോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് അടയാളപ്പെടുത്തുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുണി തെന്നി മാറാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ലൈനിങ്ങിലാണ് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം നമ്മളത് നമ്മുടെ സാരിയുടെ മുകളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 7 ഇഞ്ചാണ്. അതിനുശേഷം കൈക്കുഴിയാണ് മാർക്ക് ചെയ്യുന്നത്. കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്യുന്നത് 6.5 ഇഞ്ചാണ് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് എന്ന് പറയുന്നത് 34 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് അളവ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൈക്കുഴി 6.5 ഇഞ്ച് എടുത്തേക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് നല്ല ടൈറ്റ് ആയിട്ട് ഇടുന്നുള്ളവരൊക്കെ ആണെങ്കിൽ 6 ഇഞ്ചൊക്കെ കൈക്കുഴി എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് തയ്ക്കുന്നത്. അടുത്ത നമ്മൾ കഴുത്തിൻ്റെ വിട്ടാണ് മാർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കഴുത്തിൻ്റെ വിരിവ് നമ്മൾ 4 ഇഞ്ചാണ് കഴുത്തിൻ്റെ വിരിവ് മാർക്ക് ചെയ്ത്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ 4 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മളൊരു 2 ഇഞ്ചും കൂടെ കൂട്ടിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് തയ്യൽ തുമ്പിനും അതുപോലെ തന്നെ ലൂസിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് നമ്മൾ യോക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. യോക്കിൻ്റെ ഇറക്കം നമ്മൾ 14 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ 14 ഇഞ്ചിൽ നമ്മൾ ഷോൾഡറും കൂട്ടിയടിക്കും. അതുപോലെ തന്നെ യോക്കിൻ്റെ ഏറ്റവും അടിഭാഗം നമ്മൾ സ്കേർട്ടുമായിട്ട് കൂട്ടിയടിക്കുമ്പോഴും 1 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ പോകും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വേണം നിങ്ങൾ യോക്കിൻ്റെ അളവെടുക്കാനായിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ വേസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റിൻ്റെ അളവ് 8 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എക്സ്ട്രാ നമ്മളൊരു 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ തുണി ഇത് രണ്ടായിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. അതായത് നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ തുണി കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് തുണി മടക്കിയിട്ടേക്കുന്നത്. നമ്മളത് തുടക്കത്തിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി കർവ് സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് കൈക്കുഴി ഇതുപോലെ വരച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ കർവ് സ്കെയിൽ ഇല്ലാത്തവരാണെങ്കിലും കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ടേപ്പിൽ 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം കൈകുഴിച്ച് വരച്ച് കൊടുക്കാവുന്നതാണ്. അതേ കർവ് സ്കെയിൽ ഉപയോഗിച്ച് തന്നെ നമ്മൾ കഴുത്ത് റൗണ്ടായിട്ട് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് റൗണ്ട് അല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്കത് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ബാക്കിൽ ടക്ക് വെക്കുന്നുണ്ട്. ടക്ക് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് നമ്മൾ 4 ഇഞ്ചാണ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതിനുശേഷം ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് മുകളിലോട്ട് ഒരു 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഒരു സൈഡിൽ മാത്രമാണ് ഇപ്പോൾ മാർക്കിങ്. അപ്പോൾ നിങ്ങളിത് മാർക്ക് ചെയ്തതിന് ശേഷം മറു സൈഡിലോട്ടും അതേ രീതിയിൽ തന്നെ അളവെടുത്തതിന് ശേഷം നമ്മൾ തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ 2 സൈഡിലും ടക്കിൻ്റെ അളവിൽ വ്യത്യാസം വരാതെ തയ്ച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് യോക്കിൻ്റെ ബാക്ക് സൈഡിൽ കറക്റ്റ് ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ യോക്കിൻ്റെ ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് എന്ന് പറയുമ്പോൾ യോക്കിൻ്റെ പാർട്ടിൽ നമ്മൾ കോട്ടൺ ലൈനിങ് ആണ് എടുത്തേക്കുന്നത്. അതും പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. മിച്ചം തുണിയിലാണ് നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് നമ്മൾ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഫ്രണ്ടിൽ 2 സൈഡിൽ സിബ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് തുണിയിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ 8 ഇഞ്ച് എടുത്തേക്കുന്നത്. അതിനുശേഷം ബാക്കിയെല്ലാം നമ്മൾ ബാക്കിൽ എങ്ങനെയാണ് എടുത്തത് അതേ രീതിയിൽ തന്നെ കൈക്കുഴി അടയാളപ്പെടുത്തണം. അതുപോലെ തന്നെ കഴുത്ത് അടയാളപ്പെടുത്തണം. അതേപോലെ തന്നെ വേസ്റ്റും അടയാളപ്പെടുത്തണം. കഴുത്തിൻ്റെ ഇറക്കം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊടുക്കാം, ഇല്ലേ കുറച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഷോൾഡറിൽ മാത്രമാണ് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടിയടിക്കുന്നത്. അപ്പോൾ നമുക്കതെല്ലാം ചെയ്തെടുത്ത് അതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം.
പിന്നെ നമ്മൾ തയ്യൽ തുമ്പ് എടുക്കുമ്പോഴും 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബാക്കി 2 ഇഞ്ച് ആണെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ 3 ഇഞ്ച് ആയിരിക്കണം എടുക്കേണ്ടത്. അത് വേസ്റ്റിലാണെങ്കിലും ചെസ്റ്റിലാണെങ്കിലും കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി നമ്മൾ സിബ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം 5 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഏറ്റവും മുകളിൽ നിന്ന് താഴത്തോട്ടോ ഇല്ലേ താഴെ നിന്ന് മുകളിലോട്ടോ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു മാർക്കിങ് കൊടുക്കണം. അതിനുശേഷം അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് കൊടുക്കണം. എന്നിട്ട് അതാണ് നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം സിബ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. മെയിൻ ക്ലോത്തിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കട്ട് ചെയ്താൽ മതിയായിരിക്കും. ഇല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടാണെങ്കിൽ മെയിൻ ക്ലോത്തിൽ വെച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുത്താലും മതിയായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. പുറകിൽ നമ്മൾ മാർക്ക് ചെയ്തതുപോലെ, അതായത് ബാക്ക് പീസിൽ മാർക്ക് ചെയ്തതുപോലെ തന്നെ നമ്മൾ കർവ് സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം കഴുത്തും അതുപോലെ തന്നെ കൈയും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കത് കട്ട് ചെയ്തും കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കണ്ടില്ലേ ഒരേ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ വ്യത്യാസം നമ്മൾ ഷോൾഡറിലും അതുപോലെ തന്നെ തയ്യൽ തുമ്പിലും നമ്മൾ കൂടുതൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് സാരിയുടെ ഭാഗത്തോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മുട്ടുസൂചി പിൻ ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെ തന്നെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ലീവും, ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ മാർക്കിംഗ് എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ കൈയുടെ നമ്മൾ ഇറക്കം എത്രയാണോ വെക്കുന്നത് ആ മാർക്കിംഗ് ആണ് നമ്മൾ കറക്റ്റ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന ആദ്യ ലൈൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എക്സ്ട്രാ ഒരു 3 ഇഞ്ച് നമ്മൾ കൂട്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ചെറിയ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്, അതായത് ചെറിയ ഞൊറിവ് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്കൊരു ചെറുതായിട്ടൊരു പഫ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊരു 3 ഇഞ്ച് മുകളിലോട്ട് കൂട്ടി മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ താഴെ മാർക്ക് ചെയ്താണ് നമ്മൾ കറക്റ്റ് നമ്മുടെ കൈയുടെ ഇറക്കവും അതുപോലെ തന്നെ അതിൻ്റെ വണ്ണവും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടൊരു 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടി മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. അത് പഫിന് വേണ്ടി മാത്രം. അപ്പോൾ പഫ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ആ പാർട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ലൈനിങ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതായത് നമ്മൾ ആ കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്ത ആ പോയിന്റ് ചെറിയൊരു കട്ടിങ്സ് കൊടുക്കണം. ആ കട്ടിങ്സിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് നമ്മൾ പ്ലീറ്റ്സ് എടുത്തിട്ട് മറു സൈഡ് വരെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുത്ത് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് നമ്മളത് ചുറ്റിനും അടിച്ചെടുക്കണം. അതായത് 2 സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു മാർക്കിംഗ് തൊട്ട് മറ്റേ മാർക്കിംഗ് വരെ നിങ്ങൾ പ്ലീറ്റ്സ് ഇട്ട് തയ്ച്ചെടുക്കേണ്ടതാണ്. ഇനി അടുത്തത് നമ്മുടെ സ്കേർട്ടിൻ്റെ പാർട്ട് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാരി 2ആയിട്ട് മടക്കിയിട്ട് വീണ്ടും മടക്കി ആ രീതിയിലാണ് നമ്മൾ മടക്കിയേക്കുന്നത്. അപ്പം മടക്കിയെടുക്കുമ്പോൾ ഇതേ രീതിയിലാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ തരത്തിലുള്ള വീഡിയോസ് ഇതുവരെ ചെയ്തിട്ടില്ല. ഞാനും ആദ്യമായിട്ടാണ് നമുക്ക് ഇതേ രീതിയിൽ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ തയ്ച്ചെടുക്കുമ്പോൾ മാത്രമാണ് നമുക്കിതിൻ്റെ റിസൾട്ട് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാനിത് തയ്ച്ചത് വെച്ച് നമുക്കൊരു അഭിപ്രായം പറയാനാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഷിഫോൺ മെറ്റീരിയലൊക്കെ ഇതേ രീതിയിൽ തയ്ക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് ഈ രീതി ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ തുണിയുടെ ഇറക്കം മാർക്ക് ചെയ്യണം, അതായത് സ്കേർട്ടിൻ്റെ ഇറക്കം. അതിനുശേഷം അത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ കുറവ് കാരണമാണ് നമുക്ക് ലൈൻ വരയ്ക്കുന്നതൊന്നും ക്ലിയർ ആയിട്ട് കാണാത്തത്. അതുപോലെ തന്നെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവാണ്, അതുകൊണ്ടാണ് നമുക്കത് കറക്റ്റ് കാണാനായിട്ട് പറ്റാത്തത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വീതി എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ നേർ പകുതിയായ 5 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ 5 ഇഞ്ചിൽ നമ്മുടെ വേസ്റ്റ് അളവിനേൽ നമ്മൾ ഹരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആദ്യമേ നമ്മൾ ചുറ്റും വേസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കണം. നമ്മുടെ സ്കേർട്ടിൻ്റെ അവിടെ, അതായത് യോക്കിൻ്റെ അടിഭാഗത്തെ വണ്ണം നോക്കണം. അതിനുശേഷം നമ്മൾ സാരി എത്രയായിട്ടാണോ മടക്കിയിട്ടേക്കുന്നത് അത്രയായിട്ട് നമ്മുടെ വേസ്റ്റ് അളവിന് ഹരിച്ച് നോക്കണം, അതായത് ഡിവൈഡ് ചെയ്ത് നോക്കണം. അതിനുശേഷം അതിൽ കിട്ടുന്ന അളവ് എത്രയാണോ ആ അളവിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടി നമ്മൾ കൂട്ടി നോക്കണം. ഇപ്പം 3.5 നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ എക്സ്ട്രാ നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടി 4 മാർക്ക് ചെയ്യേണ്ടത്. അപ്പം 4 മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്ന് ഇപ്പം 4 എന്ന് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം മാർക്ക് ചെയ്ത് 5 ഇഞ്ചിൻ്റെ വലത്തോട്ട് 2 ഇഞ്ചും ഇടത്തോട്ട് 2 ഇഞ്ചുമാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. തുണിയുടെ വിരിവ് എത്രയാണോ അതിൻ്റെ നേർപകുതി കാണണം. പിന്നെ വേസ്റ്റ് അളവിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയതിന് ശേഷം അതിൻ്റെ പകുതിയായിട്ട്, അതായത് പകുതി വലത്തോട്ടും പകുതി ഇടത്തോട്ടുമായിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് 1 ഇഞ്ച് മാത്രം കൂട്ടി മാർക്ക് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ ചെയ്യേണ്ട അളവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനുശേഷം ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെരിച്ച് നമുക്ക് എവിടം വരെയാണ് ബോർഡർ ഉണ്ടെങ്കിൽ ആ ബോർഡർ കിട്ടുന്ന എവിടെയാണ് ആ ബോർഡറിൻ്റെ അവിടം വരെ ചെരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡ് മാർക്ക് ചെയ്ത് എവിടം വരെയാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് അതേ രീതിയിൽ തന്നെ മറു സൈഡ് നിങ്ങൾ
ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കിവിടെ ബോർഡർ ആയാൽ ആ റോസ് കളർ ഇല്ലെങ്കിൽ ആ ഡാർക്ക് പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കസവ് സാരികളൊക്കെയാണ് ഇതേ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഷിഫോൺ സാരി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം തെന്നി പോകുന്നതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസം വരും. അപ്പോൾ ഷിഫോൺ സാരിയിൽ ഇതേ രീതി ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ നിങ്ങൾ അത്ര എക്സ്പേർട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ അത്ര എക്സ്പേർട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ 2 സൈഡും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തും കൂടെ എടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കട്ട് ചെയ്ത് നമ്മൾ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം തുണി വിരിച്ചിടുമ്പോൾ നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടുന്നത്, കണ്ടില്ല. അപ്പോൾ തുണി തെന്നി പോയത് കൊണ്ട് ഓരോന്നിനും ഓരോ ഷേപ്പായിട്ട് കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ തയ്ക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സാരിയിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം മുട്ടുസൂചി കൊണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചുറ്റിനും നമ്മൾ തയ്ച്ചെടുത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് അതിൻ്റെ മുകളിൽ പഫ് പോലെ വരുന്ന രീതിയിൽ തയ്ച്ചെടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ യോക്കിൻ്റെ പാർട്ട് നമ്മൾ സാരിയിൽ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും മുട്ടുസൂചി കൊണ്ട് കുത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിന് ചുറ്റിനും അടിച്ചു കൊടുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇല്ല ഈ തുണി തെന്നി പോകുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം വരും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയാവുന്നവരൊന്നും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കാര്യമാക്കേണ്ട. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ സാരി പാർട്ട് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഞാൻ കാണിക്കുന്നത് പോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 സൈഡിൽ നമുക്ക് 2 ചെറിയ കട്ടിങ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് എവിടം തൊട്ട് എവിടം വരെയാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ പ്ലീറ്റ്സും എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അടിഭാഗവും മടക്കിയും കൂടെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ സ്ലീവിൽ നമ്മൾ ആദ്യമേ മടക്കി അടിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കത് മടക്കി അടിച്ചെടുക്കാം. അങ്ങനെ 2 സ്ലീവിൻ്റെ ഏറ്റവും അടിഭാഗം നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ 2 സൈഡിൽ നമ്മൾ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് എവിടം തൊട്ട് എവിടം വരെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൈയുടെ ഇറക്കം എത്രയാണോ അതിനേക്കാട്ടിൽ എക്സ്ട്രാ നമ്മൾ 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ആ 3 ഇഞ്ച് കൊടുക്കുന്നതിൻ്റെ അവിടെയാണ് നിങ്ങൾ മാർക്കിങ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് ചുറ്റിനും പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവിലും നമ്മൾ ഒരുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ പ്ലീറ്റ്സ് എടുത്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, ഇതേ രീതിയിലാണ് നിങ്ങൾക്ക് സ്ലീവ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. വളരെ നീറ്റായിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് യോക്കിൻ്റെ പാർട്ട് കൂടെ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മൾ ലൈനിങ്ങുമായിട്ട് നമ്മൾ ചുറ്റിനും അടിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യമില്ലാത്ത എക്സ്ട്രാ പീസസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമ്മൾ സിബ് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് അടയാളപ്പെടുത്താനായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങിൽ മാർക്ക് ചെയ്യുന്ന കാണിച്ചായിരുന്നു. 5 ഇഞ്ച് നമ്മൾ ഇതുപോലെ 2ആയിട്ടും, അതായത് നടുവേ മടക്കിയിട്ടതിന് ശേഷം 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സിബ് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിബ് പിടിപ്പിക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അത് നമ്മൾ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടിയവരാണെങ്കിൽ ആ വീഡിയോ കണ്ട് നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ സിബ് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും നമുക്ക് ഷോൾഡർ കൂട്ടിയടിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്രോസ് പീസ് ഉപയോഗിച്ചതിന് ശേഷം കഴുത്തടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ബാക്ക് പീസിൽ ടക്കിന് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഷോൾഡറും കൂട്ടിയടിച്ചു. അതുപോലെ തന്നെ കഴുത്ത് നമ്മൾ ക്രോസ് പീസ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മൾ തയ്ച്ച് വെച്ച നമ്മുടെ സ്ലീവും കൂടെ പിടിപ്പിച്ച് കൊടുക്കാം. കണ്ടേ, നമുക്ക് വളരെ നീറ്റായിട്ട് തന്നെ നമ്മൾ പഫൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതും കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 2 സ്ലീവ് നമുക്ക് പിടിപ്പിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ 2 സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ടിൻ്റെ പാർട്ടും കൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് വെച്ചാണ് നമ്മുടെ സാരിയുടെ പാർട്ടെന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും ഇതുപോലെ കണ്ടില്ലേ കൂട്ടി യോജിപ്പിച്ച് നമുക്കത് എത്രമാത്രം നമുക്ക് തുണിയാണോ ഉള്ളത് അത്രയും തുണി നമ്മൾ ചുറ്റിനും അടിച്ചെടുക്കേണ്ടതാണ്. അപ്പം നമുക്കത് അടിച്ചെടുത്തിട്ട് വരാം.
അപ്പം നമ്മൾ തയ്ച്ചെടുത്തപ്പോൾ നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ എടുത്തതിൽ ചെറുതായിട്ട് നമുക്ക് തുണി കൂടുതൽ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ സാരി ഒരുപാടുണ്ടായിരുന്നു. അപ്പം നമ്മളത് എടുത്തതിൽ നമുക്ക് കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ആ വ്യത്യാസം നികത്താനായിട്ട് നമ്മൾ ചെറിയ പ്ലീറ്റ്സും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കറക്റ്റ് നമ്മുടെ മെഷർമെൻറ്റ് നോക്കിയതിന് ശേഷം മാത്രമാണ് എടുക്കാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എടുത്തതിൽ മെഷർമെൻറ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നു. അതാണ് ഞാൻ നിങ്ങൾക്കിത് തുടക്കത്തിൽ ഇത് കട്ട് ചെയ്യുന്ന നേരത്തെ നമ്മൾ എടുത്ത മെഷർമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇത് കൂടി പോയത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തുണി കറക്റ്റ് ആണെങ്കിൽ പ്ലീറ്റ്സ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ തുണി കൂടിപ്പോയി ഇനി എന്ത് ചെയ്യും എന്നുള്ളതിൽ വേണ്ടിയിട്ടാണ് നമ്മളത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇനി എങ്ങാനും നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുള്ളവരാണ് ഇതേ രീതി ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം നമ്മളിവിടെ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു പീസ്, ബാക്കിൽ ഒരു പീസ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളത് യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒറ്റൊരു പീസിനെക്കാട്ടിലും 2 പീസായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കത് പിടിപ്പിച്ചും കൂടെ കൊടുക്കാം. അപ്പോൾ യോക്കുമായിട്ട് നമ്മൾ പിടിപ്പിച്ച് കൊടുത്തപ്പോൾ ഇതേ രീതിയിലാണ് കിട്ടിയേക്കുന്നത്. അങ്ങനെ നമ്മൾ ഞൊറിവൊക്കെ എടുത്ത് അടിച്ചതിന് ശേഷം നമ്മൾ യോക്കുമായിട്ട് കൂട്ടി അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വള്ളി പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതിയായിരിക്കും. അതിനുശേഷം നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണവും കൈയുടെ വണ്ണവും ചെസ്റ്റിൻ്റെ വണ്ണവും ഒക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം ഇതായിരിക്കും നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെറിയൊരു വ്യത്യാസം പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കം കുറവായതുകൊണ്ട് മിച്ചം വന്ന തുണിയുടെ പാർട്ട് നമ്മൾ കട്ട് ചെയ്ത ശേഷം ഏറ്റവും അടിഭാഗത്ത് ഒരു 5 ഇഞ്ച് വീതിയിൽ നമ്മൾ തുണി കട്ട് ചെയ്തതിന് ശേഷം പിടിപ്പിച്ച് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ തുണി എന്ന് പറയുന്നത് കറക്റ്റ് ആ പിങ്കിൻ്റെ മുകളിലോട്ട്, അതായത് ഡാർക്ക് പിങ്കിൻ്റെ മുകളിലോട്ടായിരിക്കും. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.